ഷോ ഓഫ് ചെയ്യാത്ത ആളുകൾ കളിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഗെയിമാണ്. ആ സൈക്കോളജി തന്നെയാണ് അവരുടെ ലൈഫിനെ വേറെ ലെവലിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഒബ്വിയസ്ലി അവർ ചെയ്യുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമുക്കറിയില്ല. ഗുഡ് ന്യൂസ്, ഇത് സിമ്പിളാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിൽ 1-2 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫും കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആകും. നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ആദ്യം തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു ചോദ്യം, എൻ്റെ കയ്യിലുള്ളൊരു കാര്യം അത് ഷോ ഓഫ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന്. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു സൈക്കോളജി നമുക്കൊന്ന് നോക്കാം. സ്റ്റഡീസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനൊരു സാധനം വാങ്ങുന്നു, ഞാൻ അതിനുശേഷം അത് വെച്ച് ഒരു സ്റ്റോറി ഇടുന്നു. ഒരുപാട് പേരുടെ ലൈക്ക്, ഒരുപാട് പേര് കമന്റ്, ഒരുപാട് ആളുകൾ അത് കാണുന്നു. ഇൻഫാക്ട് ഒരുപാട് ആളുകളെ കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇതിൽ നിന്നെല്ലാം എനിക്ക് ഒരു ഡോപ്പമിൻ റഷ് കിട്ടുന്നു. നൗ എൻ്റെ ബ്രെയിൻ ഈ സെയിം ഡോപ്പമിൻ റഷിന് വേണ്ടി വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യും. സോ ഞാൻ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും വാങ്ങുന്നു, ഈ സെയിം ഡോപ്പമിൻ റഷ് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. പതിയെ പതിയെ ഈ ലൂപ്പിലോട്ട് നമ്മൾ വീണു പോകുന്നു. അങ്ങനെ നമ്മുടെ ഫോക്കസ് വാങ്ങുന്ന പ്രോഡക്റ്റോ പോകുന്ന ട്രിപ്പിലോ അല്ല, ആ ഡോപ്പമിൻ റഷിലാണ്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സാധനമോ നമ്മൾ പോകുന്ന ട്രിപ്പോ ഒന്നുമല്ല നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റും എന്തൂസിയാസവും തരുന്നത്. നമ്മളിത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ റഷാണ്. നിങ്ങൾ ഈ ലൂപ്പിൽ വീണോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഒരു ടെസ്റ്റ് പറയാം. നിങ്ങൾ അടുത്തതായിട്ട് പോകുന്ന ട്രിപ്പ്, ആ ട്രിപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. ബട്ട് ഒരെണ്ണം പോലും സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ആയിട്ടോ പോസ്റ്റ് ആയിട്ടോ ഇടാൻ പാടില്ല. അങ്ങനെ ഒരു റൂൾ ഞാൻ പറഞ്ഞാൽ ആ ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സെയിം എന്തൂസിയാസം തന്നെ കാണുമോ? സോ പോയ ട്രിപ്പ് ഷോ ഓഫ് ചെയ്യുവാണോ അതോ ഷോ ഓഫ് ചെയ്യാനായിട്ടാണോ നമ്മൾ ട്രിപ്പ് പോകുന്നത് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ട്രിപ്പ് മാത്രമല്ല, ഒരു കാർ വാങ്ങിയാൽ, ഒരു വീട് വെച്ചാൽ, ഐഫോൺ വാങ്ങിയാൽ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് അതേ എന്തൂസിയാസം ഉണ്ടാകുമോ? സ്വയം ആലോചിക്കുക. ഇനി അടുത്ത സെക്ഷൻ, ഞാനൊരു സെനാരിയോ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് എത്തിപ്പെടുന്നു. നിങ്ങൾക്കൊരു കാറ് വാങ്ങണം. ആ രാജ്യത്ത് നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ പോലും ഇല്ല. നിങ്ങൾ അപ്പോൾ വാങ്ങിക്കുന്ന കാറ് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന കാറായിരിക്കും അല്ലേ? നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ യൂസേജ്, നിങ്ങളുടെ കംഫർട്ട്, ഇതൊക്കെ മാത്രമായിരിക്കും ആ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആ രാജ്യത്ത് നിങ്ങൾ 10 വർഷം ജീവിക്കുന്നു. ഒരുപാട് ഫ്രണ്ട്സും നെയ്ബേഴ്സും ഫാമിലിയും ഒക്കെ നിങ്ങൾക്ക് അവിടെ ആവുന്നു. ഇനി നമ്മളൊരു കാറ് വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ വേറെ ഒരു ക്രൈറ്റീരിയയും കൂടെ കയറി വരും. നമ്മൾക്ക് പരിചയമുള്ള ആളുകൾക്ക് ഏതൊക്കെ കാറാണുള്ളത് എന്നുള്ളത്. ഇത് നമ്മൾ ആരും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ സബ് കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ, നമ്മൾ രജിസ്റ്റർ പോലും ചെയ്യാതെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റേസാണിത്. നമ്മളും ഒട്ടും കുറവില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു റേസ്. ഇതിന്റെ ഒരു തമാശ, അങ്ങനെ വേറൊരാളെ തോപ്പിക്കാനായിട്ട് നമ്മൾ ഒരു കാർ വാങ്ങി എന്ന് വെക്കുക. ആ സന്തോഷം നമ്മൾ നല്ല ഒരു വണ്ടി വേറൊരാൾ വാങ്ങുന്നത് വരെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ ആരുമില്ലാതിരുന്നപ്പോൾ, കമ്പയർ ചെയ്യാൻ ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ ആ കാറിൽ നമ്മൾ എല്ലാ കാലവും ഹാപ്പി ആയിരിക്കും. പല സൈക്കോളജിക്കൽ സ്റ്റഡീസും പറയുന്നത് ഈ കൈൻഡ് ഓഫ് സോഷ്യൽ റേസിൽ പങ്കെടുക്കാത്ത ആളുകളാണ് കൂടുതൽ കണ്ടന്റ് ആയിട്ട് ജീവിക്കുന്നത് എന്നാണ്. കാരണം നമ്മൾ ഒരിക്കൽ ആ റേസ് തുടങ്ങിയാൽ എപ്പോഴും നമ്മളെക്കാൾ മുന്നിൽ ഒരാളെങ്കിലും ഉണ്ടാവും. അവരെ നമ്മൾ റേസ് ചെയ്യും, വീണ്ടും അടുത്ത റേസ്, അങ്ങനെ ഇത് നീണ്ട് ഒരുപാട് കാലം പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ പ്രൊഫൈൽ പിടിക്കുന്നത് മീൻസ് നമ്മൾ ഈ റേസിൽ നിന്നും വോളണ്ടറി ആയിട്ട് ഇറങ്ങി നടക്കുക എന്നത് അത് നമ്മളെ സ്ലോ ആക്കുന്നില്ല, മറിച്ച് മെന്റലി ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് നോക്കൂ. വാങ്ങാൻ പണം ഉണ്ടായിട്ട് പോലും, ചുറ്റുമുള്ളവരൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും 5-6 കൊല്ലം പഴക്കമുള്ള ഒരു ഫോൺ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അവരുടെ ഫിനാൻസിലുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവർ ആ റേസിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. അവരിൽ നിന്ന് നമുക്ക് മെച്യൂരിറ്റി കോപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരാൾ നമ്മുടെ സർക്കിളിൽ ഉണ്ടാവുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. ഇനി അടുത്തത്, നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് അവനിപ്പോൾ ഇത് തിരികെ കൊടുത്തിട്ട് വേണോ, അതല്ലെങ്കിൽ അവനിപ്പോൾ വലിയ ആവശ്യമൊന്നും കാണില്ല എന്ന് വിചാരിച്ച് പണം തിരികെ കൊടുക്കാൻ ലേറ്റ് ആയെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ പോകുന്നില്ല. ആളുകളുടെ എത്തിക്സ് ഒരുപോലല്ല. എല്ലാവരുടെയും വാല്യൂ സിസ്റ്റം സെയിം ആക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം എന്ന് തോന്നാത്ത ആളുകളുണ്ട്. അവർ കഴിച്ചതിന്റെ പണം കൃത്യമായിട്ട് പേ ചെയ്യണം എന്നും തോന്നാത്ത ആളുകളുണ്ട്. ഇതൊരു പേഴ്സണൽ അറ്റാക്ക് അല്ല, പക്ഷേ സൊസൈറ്റിയിൽ നമ്മൾ ഡേ ടു ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. കടം വാങ്ങുന്ന പൈസ കൊടുക്കാൻ നേരം തന്നവന് അത് ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിച്ച ബില്ല് കൊടുക്കാൻ കൂടെ ഇരിക്കുന്നവന്റെ കീശയുടെ വലുപ്പവും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരും അതുപോലെ തിങ്ക് ചെയ്യുന്നില്ല എന്നതാണ് റിയാലിറ്റി. ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്ലോലി ഡിഫെൻസീവായിട്ട് മാറും. ആളുകളിലുള്ള ട്രസ്റ്റ് കുറയും. നമ്മളൊരു ലോ പ്രൊഫൈലാണ് പിടിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് എക്സ്പെക്ടേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഈ കൈൻഡ് ഓഫ് ആളുകൾ നാച്ചുറലായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും. ഇങ്ങനെ ഫേക്കായ ആളുകളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ജെന്യുവിൻ ആയിട്ടുള്ള
ആളുകളെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ജെന്യുവനായ ആളുകൾക്ക് പണം കടം കൊടുക്കാനോ ഒരു ബില്ല് പേ ചെയ്യാനോ ആർക്കും മടി ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ഫേക്ക് എക്സ്പീരിയൻസസ് പലതവണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഹെൽപ്പ് വേണ്ടവരെ പോലും മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നേക്കാം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സംസാരിക്കുക. കൂടുതൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇനി അടുത്തത്, ഇത് ചിലപ്പോൾ ഒരു സില്ലി പോയിന്റ് ആയിട്ട് തോന്നാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, പണമുള്ള, അതായത് നല്ല പോലെ കയ്യിൽ പണമുള്ള ഒരാളിനെ കുറിച്ച് അയാൾ സ്കാമർ ആണ് എന്നൊരു അക്യൂസേഷൻ എങ്കിലും വന്നാൽ അതിനുശേഷം വളരെ കളക്റ്റീവായിട്ടുള്ളൊരു അറ്റാക്ക് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാം. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞു തുടങ്ങും, അവൻ പണ്ടേ കള്ളനായിരുന്നു, അവൻ സ്കാമർ ആയിരുന്നു എന്നൊക്കെ. ഈ റിയാക്ഷൻ ശരിക്കും ഫാക്ട്സ് നോക്കിയല്ല, പക്ഷേ ആളുകളുടെ സൈക്കോളജി കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ സൈക്കോളജി എന്താണ് എന്ന് വെച്ചാൽ, മറ്റൊരാൾ നമ്മളെക്കാൾ സക്സസ്ഫുൾ ആയിരുന്നു എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ പണ്ടേ എന്നേക്കാൾ ബെറ്റർ ഒന്നും ആയിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് തന്നെ ശ്രമിക്കും. സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയിരുന്ന ഷെഫുമാർ, ഹോട്ടൽ ഓണേഴ്സ്, ഓൺടർപ്രനേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ബാഷിംഗ് ഇതിന് വളരെ വലിയ എക്സാമ്പിൾസ് ആണ്. ഒരു സ്മോൾ അലിഗേഷൻ വന്നാൽ പോലും അത് പ്രൂഫ് ഇല്ലാതെ തന്നെ പബ്ലിക് വെർഡിക്റ്റ് ആയിട്ട് മാറുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഫേമസ് ആയ ആളുകൾക്ക് മാത്രമല്ല, ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളിനും ഒരു ചെറിയ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഹൈ പ്രൊഫൈലിലാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ റെഡിയായ ഒരു ക്രൗഡ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു ലോ പ്രൊഫൈൽ പിടിക്കുന്ന സമയത്ത് ആ സ്പോട്ട് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. എൻ്റെ ഹോൾ പോയിന്റ്, അൺനെസസറി ആയിട്ടുള്ള അറ്റൻഷൻ അവോയ്ഡ് ചെയ്യുന്നത് ഒരു ഇൻ്റലിജൻസ് ആണ്. ഇനി വിചാരിക്കാതെ തന്നെ എവിടെയെങ്കിലും നമ്മൾ പോയി വീണാൽ ഒരു ലോ പ്രൊഫൈൽ ആണെങ്കിൽ എഴഞ്ഞെങ്കിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ലോ പ്രൊഫൈൽ പിടിക്കണോ ഹൈ പ്രൊഫൈൽ പിടിക്കണോ എന്നതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇതാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ നോക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ, കണ്ടന്റ്മെന്റ്, അതായത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിലോട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പണം ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം പണം ഉണ്ടാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, റൂൾസ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ എനിക്കിത് മതി എന്ന് പറയാനുള്ള കഴിവ് ഒരു ഇന്റേണൽ പ്രോസസ്സാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. കേട്ടിട്ടാത്തവർക്ക് ഞാനതൊന്ന് പറയാം. ജോസഫ് ഹെല്ലർ, കേർട്ട് വാനഗി എന്ന 2 ഓത്തേഴ്സ് ഉണ്ടായിരുന്നു. ഇവരൊരിക്കൽ ഒരു ബില്യണയറിന്റെ പാർട്ടിയിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുന്നു. അപ്പോൾ കേർട്ട് വാനഗി ഹെല്ലറിനോട് ചോദിക്കുന്നു, നമുക്ക് വേണ്ടി ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ഈ ബില്യണയർ ഇന്നലെ ഒരു ദിവസം ഉണ്ടാക്കിയ പണം നിന്റെ റീസെന്റായി സക്സസ്ഫുൾ ആയിട്ടുള്ള പുസ്തകം ലൈഫ് ലോങ് പബ്ലിഷ് ചെയ്തതിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു കാര്യം നിന്നെ ബോധർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹെല്ലർ കാമായിട്ട് റിപ്ലൈ കൊടുക്കുന്നു, ഇല്ല, കാരണം അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടാത്തൊരു കാര്യം എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ കേർട്ട് വാനഗി അതെന്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത നിന്റെ കയ്യിൽ മാത്രമുള്ള സാധനം എന്ന് ചോദിക്കുമ്പോൾ ഹെല്ലർ പറയുന്നത് വളരെ സിമ്പിളാണ്. ദ നോളജ് ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഇനഫ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, ഇനഫ്, ഇവിടെ വരെ മതി എന്നൊക്കെയുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനില്ല എങ്കിലും അതെനിക്കുണ്ട് എന്ന്. ഈ ഒരൊറ്റ സെന്റൻസിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ലെസൺസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഇനഫ് എത്രയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോഷ്യൽ കമ്പാരിസൺ എങ്ങനെ നമ്മളെ പുഷ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഗ്രീഡ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡേഞ്ചർ ഉണ്ടാകും എന്ന് ഈ സ്റ്റോറി വളരെ ക്വയറ്റ്ലി നമുക്ക് പറഞ്ഞു തരുന്നു. ലോ പ്രൊഫൈൽ പിടിക്കുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. അൺനെസസറി പ്രഷർ, കമ്പാരിസൺ, എക്സ്പെക്ടേഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മളെ തന്നെ കമ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരു ചോയ്സ്. അത് മാത്രമാണ് ഈ വീഡിയോയുടെ കോർ മെസ്സേജ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യൂ പോയിന്റ് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ താഴെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.